ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കൽക്കട്ടയിൽ ഉള്ളത്. അവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് ബംഗ്ലാദേശിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട് ബസ് പോകാൻ, ഇനി 2 മണിക്കൂറോളുണ്ട്. അപ്പോൾ കൽക്കട്ടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ടയിലെ ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. കാരണം അത്രക്കും നല്ല വൃത്തിയാണ് ഇവിടുത്തെ ഫുഡ് കാണാൻ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇവിടുത്തെ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലെ സാറ്റലൈറ്റ് സിറ്റിയിലുള്ള കരുണാമോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്നാണ് ബംഗ്ലാദേശിലേക്ക് ബസ് പുറപ്പെടുന്നത്. അതിൻ്റെ ബസ്സിൻ്റെ ട്രാവൽസ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. ഇതാണ് ആ ട്രാവൽസിൻ്റെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ബസ്സിൻ്റെ സീറ്റിൻ്റെ ലൊക്കേഷനാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ തെരുവുകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന ആ ട്രാവൽസിൻ്റെ ഓഫീസ്. ഇവിടെയാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ നേരിട്ടിട്ട് പോകുന്ന ബസ്സിൻ്റെ സർവീസ് ഉള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇതൊക്കെ ലഗേജുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ബംഗ്ലാദേശുകാരതുണ്ട്, ഇന്ത്യക്കാരതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഇതിപ്പോൾ ഒരു ചപ്പാത്തി ചുടാണ്. ഇവിടെ കൽക്കരിയാണ് കൂടുതലുള്ളത്. നമ്മളെ എന്താ പറയുക, മരത്തിൻ്റെ കട്ട കൊണ്ടുള്ള ആ ഒരു വിറകിൻ്റെ കരിയല്ല, കണ്ടല്ലേ, ഇതുണ്ടല്ലോ, ഇത് കൽക്കരിയാണ്. അതിൽ ചുട്ടെടുക്കുക ഇങ്ങനെ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഓരോന്നോരോന്ന് അങ്ങനെ കണ്ടുവരും. നല്ല രസമാണ് ഈ കൽക്കട്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല വൃത്തിയാണെന്ന്. കാരണം ഇവിടെ വൃത്തിയല്ല, ഇവിടെ ഒരു അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു കൽക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കതൊന്നും ഇങ്ങനെ കാണാം. ഇതൊക്കെ ഒന്ന് ഇത് ബീഫ് ഫ്രൈയും പിന്നെ നല്ല ഭൂരിയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ റോട്ടിലാട്ടോ ഈ കടകളൊക്കെ ഉള്ളത്. റോഡ് സൈഡിൽ ചാരിയിട്ട് അതിൻ്റെ ഇടയിൽ പരിപ്പടി ഉണ്ട്. ഇതിങ്ങനെ ഭൂരി ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചുടുന്നുണ്ട്, കണ്ടില്ലേ. കൽക്കട്ടയിലെ ഭൂരിയും ബീഫാണ്. ഇവിടെ ഭൂരി പരത്താതെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. നേരത്തെ ഉള്ള കടയിൽ അവരിങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇതേപോലെ അവനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി എയറിലൊക്കെ വിടുന്നതാണ്. ഇങ്ങനെ ആക്കിയിട്ട് ചുടുന്നുണ്ട്, കണ്ടല്ലേ, നല്ല ഉഷാറായിരിക്കുന്നു. ഇതിവിടുത്തെ പൊറാട്ടയാണ്. നമ്മുടെ നാട്ടിലെ പൊറാട്ട നല്ല വീശിയിട്ടല്ലേ, ഇവിടെ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഞങ്ങനെ കണ്ടോളി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തേച്ച് പിന്നെ കുറച്ച് മൈദപ്പൊടി വിതറി പിന്നെ ഒരു സ്പെഷ്യൽ മോഡലിൽ ചുരുട്ടിയിട്ട് ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ മടക്കി പിന്നെ ഇതേ മോഡൽ ഇങ്ങനെ മടക്കി പിന്നെ അതിനൊന്നിങ്ങനെ ഉള്ളിലേക്ക് അമർത്തി ഇതിനെ പിന്നെ പരത്തിയിട്ടാണ് പിന്നെ പൊറാട്ട ഉണ്ട് വരുന്നത്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പൊറോട്ടയ്ക്ക് ഇത്ര വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ നല്ല ഇതലായിട്ടുണ്ടാവും. ഇവിടുത്തെ പൊറോട്ട ഈ ഒരു കോലത്തിലുള്ളത്. നേരത്തെ ആ പയ്യനെ ചുരുട്ടി വെച്ച ആ സാധനത്തിന് ഈ വയസ്സായ കാക്ക പിന്നെ പരത്തിയിട്ട് പൊറാട്ട വിടണം അല്ലേ, നല്ലോണം അമർത്തിയിട്ട് പിന്നെ ആ ചട്ടിയിലേക്ക് ഇടുകയാണ്.
ഇവിടെ ബീഫിൻ്റെയും മട്ടൻ്റെയും ചിക്കൻ്റെയും എല്ലാ തരം ഐറ്റം ഉണ്ട് കംപ്ലീറ്റ്. അതൊന്ന് കണ്ടോളി നിങ്ങൾ. ബീഫ്, ചിക്കന്, മട്ടന്, വെജിറ്റബിള്, തലച്ചോറ് എല്ലാം ഉണ്ട് അവിടെ. ലിവറുണ്ട്. ഇത് തന്തൂരി റൊട്ടി ഉണ്ടാക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ നോർത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം കഴിക്കുക. ഇതിൽ എണ്ണയൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് നല്ല ചുട്ടെടുത്ത നല്ല ടേസ്റ്റ്. അതിലേക്ക് വെജിറ്റബിൾ ദാൽ കറിയും നമ്മുടെ ചണ കറിയൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ സാധനം. ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റം. ഇവിടെ പിന്നെ മല്ലിയിലൊക്കെ അരിയുന്നുണ്ട്. ഇതിനൊക്കെ കഴിയുമെന്ന് ആർക്കറിയാം. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മല്ലിയില അരിയുണ്ട്, ഒരു ഭാഗത്ത് ഉള്ളി അരിയുണ്ട്. ഇതൊക്കെ റോഡ് സൈഡിൽ ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പൂവടാന്ന് പറയും ഞങ്ങളൊക്കെ. ആ ഒരു സാധനം ഉണ്ടാകും. ഇത് നിലത്തിരുന്നിട്ട് ഇങ്ങനെ പരത്താണ്. ഒരുത്തൻ പരത്തുന്നുണ്ട്, മറ്റവൻ അതിൽ നിറച്ചിട്ട് അതിന് ഷേപ്പാക്കുന്നുണ്ട്. കണ്ടില്ലേ? കീമ കീമ भाई दो का कैरेट कैरेट देखो आपका दो पूरे हलवा फ्रिज है 32 ഇത് പഴക്കച്ചവടാണ്. ഇത് ബീഫാണ്. ബീഫിൻ്റെ അവിടെ കടയിൽ അല്ലാണ്ട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ചില ഏരിയകളും ബീഫ് വെക്കുന്നത്. बीफ खिचड़ी 80 रुपीस है. പൊട്ടറ്റോ എടുക്കുകയാണ്. ഇനി അതുകൊണ്ടാണ് ബാക്കിയുള്ള കലാപരിപാടികൾ. നമ്മുടെ നാട്ടിൽ ഈ വിരലിന് അത്ര വലുപ്പമുള്ള കോവയ്ക്കല്ല ഉള്ളത്. ഇതൊരു കയ്യിൻ്റെ അത്ര വലുപ്പമുള്ള കോവയ്ക്ക ഉള്ളത്. ये कितने किलो भाई? 60 रुपए. 60. ആ കുഞ്ഞു കൈപ്പക്കൊക്കെ 60 റുപ്യാണ് കിലോന് വില. ഇത് ബിയറിൻ്റെ കുപ്പികളാണ്. ഇതിൻ്റെ അപ്പുറത്ത് മദ്യക്കുപ്പികളുണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പൊട്ടുന്നതുണ്ട്, പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇതൊരു ഭാഗത്ത് ഒന്നായിട്ടാണ് കൂട്ടിയിട്ടതാണ്. ഇതുണ്ട് ബിയർ കുപ്പികൾ ഇവിടെ. ഇതൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ എൻ്റെ സമയം അയക്കുന്നത്. ഇനി ഞാൻ നേരെ എൻ്റെ ബസ് കയറാനുള്ള അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ അവിടുന്ന് കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.